എന്നതാണ്. അതിന് പ്രത്യേകമായ ഒരു ആഹ്ലാദവും സന്തോഷവും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശ്വസിക്കുകയും സ്വന്തം സന്താനങ്ങൾ ഈമാനിൽ മാതാപിതാക്കളെ പിന്തുടരുകയും ചെയ്താൽ ആ മാതാപിതാക്കളെ അവരുടെ അമലുകളും ഈമാനും തമ്മിൽ ദറജയിൽ വ്യത്യാസമുണ്ടെങ്കിലും അവർ നല്ലവരാണെങ്കിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. പക്ഷെ അവിടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈമാനോടുകൂടി അഥവാ തൗഹീദിന്റെ വിഷയത്തിൽ മാതാപിതാക്കളും മക്കളും ഒരേ ആദർശമായിരിക്കണം. രണ്ടാമത്തത് സൽപ്രവർത്തനങ്ങൾ വേണം. മലക്കുകളുടെ പ്രാർത്ഥന, അല്ലാഹുവേ ഇവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ആരെ? വമൻ സ്വലഹ, സൽപ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഖിയാമത്ത് നാളിൽ മലക്കുകളുടെ നിരന്തര പ്രാർത്ഥന, മഹ്ശറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ, യൗമുൽ ഹിസാബിൽ മലക്കുകൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ കുടുംബത്തോടൊപ്പം സാലിഹീങ്ങളെ നീ ഒരു സ്ഥലത്താക്കണമേ. അത് വല്ലാത്തൊരു കൺകുളിർമയാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. അതിനെന്തു വേണം? മുത്തഖീങ്ങളായി, തഖ്വയുള്ളവരായി, ഈമാനും സൽപ്രവർത്തനങ്ങളും ഉള്ളവരായി നമ്മൾ ജീവിക്കണം. നമ്മുടെ മക്കളെയും അങ്ങനെ വളർത്തണം. അതാണ് ശ്രദ്ധേയമായ ആ പ്രാർത്ഥനയിലുള്ളത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം, തഖ്വയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണം എന്നല്ല, തഖ്വയുള്ളവർക്ക് ഞങ്ങളെ ഇമാമിങ്ങളാക്കണം, മാതൃകയാകണം. ഞങ്ങളെ കണ്ട് മറ്റുള്ള ആളുകളും പഠിക്കണം. ആ ഒരു ദറജയിലേക്ക് ഞങ്ങളെ നീ വളർത്തണം. ആ ഒരു പ്രാർത്ഥനയും ആ ഒരു പ്രവർത്തനവും ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ.